യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ അബൂജാഹിൽ ഉത്തുബത്തിൽ താലി പിടിക്കാൻ പോയി. പറഞ്ഞത് അമ്മ എന്റെ അഭിപ്രായമല്ല, ഹക്കീമിന് ഉസ്സാം പറഞ്ഞതാണ്. എടാ ഹക്കീമേ, അപ്പൊ ഹക്കീമോ എടാ അബൂജാഹിലെ എന്റെ മുണ്ടെങ്കിൽ ജാഗ്രത. ഇപ്പൊ കമ്മിറ്റി തല്ലിയാവും. ഇപ്പൊ കമ്മിറ്റി സ്വഹാബത്തോട് നോക്കേണ്ടി വരും. പെട്ടെന്ന് അബൂജാഹിൽ എന്തൊക്കെയോ കോടതൻ മുകളിൽ ഹേമ പിടിവാളസ്തമിരണമായി കിരികിട മുകുട തലമുടി നീർത്തി തല കുടൈവായേ കോടതൻ മുകളിൽ ഹേമ പിടിവാൾ ഹസ്തമിലണവായി കിരീട മകുട തിരുമുടി നീർത്തി തലകുടവായേ കിരീട ഫൈസൈ സൈഫ് പരത്തി തിരുളർബായേ ഈരകോപത്തോടെ ജുനൂതി ചാടിത്തോടി തപ്പടി ക്ഷണമിൽ ഇടുചുമട ചുടു ഇടുകിടനെ തടം പൊടി ഉഷിർവായേ തകൃതിയിൽ ഇവരകളൊത്തുമൻ രജ ബിരുത്തൊരു മുമ്പണവായേ കേരി ഹേമക്കോടതൻ മുകളിൽ ഹേമ പിടിവാൾ ഹസ്തമിലണവായി കിരീട മകുട തിരുമുടി നീർത്തി തലകുടവായേ കിരുകിട ഫൈസൈ സൈഫ് ഫരത്തി തിരുളർബായേ യുദ്ധം വേണ്ട ഹക്കീമിന് ഉസ്സാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അബൂജാഹിൽ ഹക്കീമിന്റെ മുഖത്തിലേക്ക് നോക്കി അബൂജാഹിനെ മനസ്സിലായി ഓന്റെ ഒരു തല്ലിയാക്കാൻ കാവാല. കാരണം അതിനൊരു കാരണമുണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഹക്കീമിന് ഉസ്സാം എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അബൂജാഹില് ഒറ്റ തുള്ളൽ തുള്ളി ഇവന്റെ കുതിരന്റെ മുകളിലേക്ക് ഒറ്റ പാറുമ്പോ ഓന്റെ മുടിയെല്ലാം ഇവന്റേതായ അരവര വീണ് തലനവൻ കുടഞ്ഞിട്ട് തന്റെ ബാള് വലിച്ചിട്ട് എന്താക്കിയറിയോ കുതിരക്ക് തിരുളർബായേ 1 2 3 മൂന്നടി വെച്ച് കുതിരക്ക് ഒരടി വെച്ചെങ്ക് 60 സ്പീഡ്, രണ്ടടി വെച്ചെങ്ക് 80 സ്പീഡ്. അങ്ങനെ ഗാഡി മൂവാക്കലല്ലേ. മൂന്നടി വെച്ചെങ്ക് 120 സ്പീഡ്. അങ്ങനെയാണ് കുതിരന്റെ സ്പീഡ് കൊണ്ടുപോകൽ. അബൂജാഹിൽ ഒരിക്കലെ കൊടുത്തു 1 2 3 ഗാഡി എടുത്തത് 120. എങ്ങനെ ഉണ്ടാവും ആ ചൂട്? അവന്റെ പ്രസർ അങ്ങോട്ട് കയറി പോയി, ചാടി കയറിട്ടെടുത്ത് എന്നിട്ട് കുതിരയെ 4 ഭാഗം ഇങ്ങനെ കളിപ്പിച്ചിട്ട് വാളിങ്ങനെ വിളിച്ചിട്ട് അബൂജാഹിൽ മതം പിടിച്ച ആനയെ പോലെ തുടങ്ങി. എന്നിട്ട് വിളിച്ച് എവിടെടാ, എനിക്ക് മതി, യുദ്ധത്തിന് ആയുധങ്ങൾ ധരിക്ക്, റെഡിയാകെ, ഈ മുഹമ്മദിനെ ആൾക്കാരെ കൊല്ലാൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ അബൂജാഹിൽ ആൾക്കാരെ പെട്ടെന്ന് പടത്തൊപ്പി വെച്ച് കുതിര വെച്ച് ചെറുപ്പ് അത് ഇത് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അബൂജാഹിൽ സമാധാനമായി. അപ്പോഴാണ് നബി സ്വഹാബത്ത് എണിച്ചിട്ട് ഇങ്ങനെ നോക്കി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ സഫ് നിൽക്കുക. സ്വഹാബത്തും സഫായിട്ട് നിന്നു. ഓരെ പോലെ ബീൻ പടക്കാനില്ല, മര്യാദ അതേ സഫ്. നമുക്ക് എല്ലാത്തിനും സഫുണ്ട്. സഫായിട്ട് നിന്ന് അബൂജാഹിൽ ഇങ്ങനെ നോക്കി. കൂട്ടുകാർ റെഡി ആയിട്ടുണ്ട്, അങ്ങ് 100 റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. എങ്ങനെങ്കിലും ഒരു അടി തുടങ്ങണ്ടേ? അബൂജാഹിൽ എങ്ങനെ ഇപ്പൊ അടിയാക്കുന്ന പച്ച ഓന് ചൊറിന്ന് അടി വന്നിട്ട് ഓൻ പറഞ്ഞേ, നമ്മളെ കിണറ്റിലുള്ള തണ്ണിയെല്ലാം മഴ വന്നിട്ട് ഹലാക്കായി അല്ലെ. മുഹമ്മദിന്റെ ഹൗദിൽ തണ്ണിയുണ്ട്. മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം തണ്ണി കൊണ്ടുവരുന്നവൻ നമ്മുടെ ഈ കൂട്ടത്തിൽ ആരുണ്ട്? ആരില്ലറാ പോയെങ്ക് പറഞ്ഞറാ. ബാസ് അറിഞ്ഞില്ലേ? മുഹമ്മദിന്റെ ഹൗദൊന്ന് പോയിട്ട് തണ്ണി കൊണ്ടുവന്നുണ്ടെങ്ക ആറുണ്ടുള്ള എന്റെ പോലത്തെ ആണുമോൻ ആരുണ്ടാ? അപ്പൊ നബിയും സ്വഹാബത്തിന് ഇങ്ങനെ നോക്കുന്നു. ഓൻ നബിക്ക് കേക്കിട്ടും ചോറില്ല, ആരുണ്ടാ? അപ്പലാണ് അബൂജാഹിലിന്റെ മുന്നിലേക്ക് ഒരു ബാലക്കാരൻ ഒറ്റ തുള്ളൽ, ഞാനുണ്ടാ. അബൂജാഹിൽ ഇങ്ങനെ നോക്കുമ്പോ നിപ്പാട്ട് പോയ ഹക്കീമിന് ഉസ്സാമില്ലേ യുദ്ധം, അയാൾ പറഞ്ഞു ഞാനുണ്ട്. നീയേ വേണ്ടിയത്,
അബൂജാൽ ദ്വാരക്കറ ഓ ഇപ്പൊ പോണു മുഹമ്മദിന്റെ ആൾക്കാരോട് കൊല്ലണോ ചത്തിച്ച് പോണു. അങ്ങനെ ചില സാപ്പം വെക്കലുണ്ട്. കയ്യിൽ തീരില്ലെങ്കിൽ സാപ്പം വെക്കുന്നു. സാപ്പം കിട്ടുന്നവന്റെ പല്ലിക്ക് പിന്നെ ആരും കിട്ടല. പോ, നീ ഭയങ്കര ആളല്ല, ഭയങ്കര ധീരൻ. പോ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുവരാ. പെട്ടെന്ന് ഹക്കീം പടത്തൊപ്പി ശരിയാക്കി പടവാള് വെച്ച് കയ്യിലൊരു ഒരു തോൽപാത്രം, ഒരു ബക്കറ്റ് കയ്യിൽ പിടിച്ച് കുതിരന്റെ മുകളിലേക്ക് ചാടിട്ട് എണ്ട് പുനറവിയുറൈ കണ്ടർ നബിയാരഹോ നിണ്ട് ജലമുക്ക് വദീനായ് അണ്ട കുറേ സോർച്ചിലരോ മുന്തിടൈ ഹക്കീമുമേച്ചു ഗന്ധ നടിയിലേറി വരവായ് കണ്ട് നബി കൂറി ഹക്കീം വെണ്ടി ഒരു പേർ സനലോ നണ്ടുകിൽ കുലക്കവദീന ഖാത്തിമരെ ഏകൽ പടി കാത്ത് കുള മാമുതനെ പാത്ത് സ്വഹാബാക്കൾ നിലയാ അണ്ട പുനരാവി ഉറൈ കണ്ടർ നബിയാറ് ഹബു ലിണ്ട് ജലം മുക്കുവതിനായ് അണ്ട കുറെ ഷോർച്ചിലരും മുന്തിടൈ ഹമീമുമെ സുഗന്ധ നെടിലേറി നെടുവായ് കണ്ട് നബി കൂറുകീമെണ്ട് ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവതിനായ് ഖാത്തിമരെ ഏകൾ പടി കാത്ത കുടമാമുതനെ പാർത്ത് സ്വഹാബാക്കൾ നിലയായ് അണ്ടക്കുറേ രാവി ഉറൈ കണ്ടർ നബിയാറ് ഹബു നിണ്ട് ജലം പൊക്കുവതിനായ് അണ്ടക്കുറേ ഷോർച്ചിലരും മുന്തിടൈ ഹകീമുമെ സുഗന്ധ നെടിലേറി നെടുവായ് കണ്ട് നബി കൂരി ഹക്കീമെണ്ട് ഒരു പേർ സലിലം നണ്ടുകിൽ കുലക്കുവതിനായ് ഖാത്തിമരെ ഏകൾ പതി കാത്ത കുളമാമുതനെ പാർത്ത് സ്വഹാബാക്കൾ നിലയാ. ഹക്കീമുൻ ഉസ്സാമി എന്ന് പറയുന്ന ബാല്യക്കാരൻ റസൂലുള്ളാന്റെ കുടുംബക്കാരനാണ്. റസൂലുള്ളാന്റെ പെഞ്ഞായി ഖദീജ ബീബി റളിയല്ലാഹുവിന്റെ എളാപ്പാന്റെ മോന്. അയാള് കുതിരപ്പുറത്ത് കയറിട്ട് പറഞ്ഞടാ അബൂജാഹിലേ, ഞാൻ മുഹമ്മദ് നബിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുവരാ, നീ കണ്ടോ എന്ന് പറഞ്ഞ് തന്റെ കുതിരപ്പുറത്ത് കയറിട്ട് തന്റെ കുതിരയെ സ്പീഡായിട്ട് ഇങ്ങനെ വരുമ്പോ സ്വഹാബത്തിന് പ്രഷർ ഇല്ലാതല്ല, നബി ചെല്ലാതൊരു അനങ്ങൂല, ഓരെല്ലാം നിന്നിട്ടുണ്ട്. റസൂലുള്ളാന്റെ മുഖത്തിലേക്ക് നോക്കി ബഹുമാനപ്പെട്ട സ്വഹാബ, യാ റസൂലല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞേ, ആ ഹക്കീം വന്നിട്ട് എത്രേ തണ്ണി വേണം കുടിക്കട്ട്, വെള്ളം കൊയിങ്ങോട്ട്, നിങ്ങ എന്ത് മിണ്ടണ്ട. ആരംഭ നബിയുനാ റസൂലുള്ളാഹി. ഇത് സ്വഹാബത്തിനോട് നബി പറഞ്ഞത് അബൂജാഹിലിന് കേൾക്കുന്നില്ലല്ലോ, ഇവിടെ പറയല്ലേ. ബർട്ട് എത്ര പണം കുടിച്ചോട്ടു പോയിക്കോട്ട്. അയാൾക്ക് പണ്ട് വരുന്ന ചോറ് തന്ന ആളാണ് നബി പറയാ. ചോറ് തന്നവന് നന്ദി കാണിക്കണം, അതൊരു കഥ വേറെയാണ്. ഏതോ ആവട്ടെ. ഹക്കീം നേരെ ഇങ്ങനെ വരുന്ന അബൂജാഹിൽ നോക്കുന്ന ഹക്കീമിനെ കണ്ടപ്പോ മുഹമ്മദിന്റെ ആൾക്കാർ പേടിച്ചു പോയി അബൂജാഹിലിന്റെ മനസ്സിൽ. അവർ കുത്തങ്ങി നിന്നിട്ടുണ്ട്. ഹക്കീമിന് ഉസ്സാം നേരെ വന്ന് കുതിരയെ ഹൗദിന്റെ കരത്തിങ്ങനെ നിർത്തിയിട്ട് ബക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് സ്വഹാബത്തിന് ഇങ്ങനെ നോക്കി. അപ്പൊ സ്വഹാബത്തില്ലേ, നിനക്ക് നല്ല ഭാഗ്യമുണ്ടാ, നബി തങ്ങൾ പറഞ്ഞെങ്കിൽ നിന്റെ കബൂർ ഹൗദിന്റെ ഉള്ളിൽ ആകട്ടെ. ഞാൻ കണ്ണില് പായിലല്ല. ഇത് കണ്ടപ്പോ ഹക്കീമിന്റെ കയ്യിൽ നിന്ന് ഈ കയ്യിലുള്ള ബക്കറ്റ് താഴെ വേണ്ടി കുതിരൻ തിരിച്ചിട്ട്. അപ്പൊ അബൂജാഹിൽ, നിന്റെ ഒരു ഹിക്മത്തടാ, നിനക്ക് ധൈര്യമില്ല. അപ്പൊ അബൂജാഹിലിനോട് ഹക്കീം പറഞ്ഞു, ധൈര്യമില്ല, ഞാൻ പോയിട്ട് വന്നേ, നീ തീരെ കൊടുക്കോ, പോ ഹൗദിന്റെ കരുത്ത് നിക്ക്, നിന്റെ 2 കിഡ്നി ഫൈലാവും. മോനെ, അവർക്ക് ആയുധം വേണ്ട, അവരെ കയ്യിൽ എന്തില്ല, കാല് ചോന്ന കണ്ണ് കണ്ടിട്ടാ ഞാൻ വന്നത്, നീ എന്നെ കളിയാക്കണ്ട, നീ പോ. പ്രസിഡന്റ് മുന്നേ പോകുന്നില്ല, കമ്മിറ്റി പോണു, ഞാൻ പിന്നെ പോകും. അപ്പൊ വേറെ ആരെങ്കിലും പോ, ഞാൻ മരിക്കുന്നില്ല. ആ സമയത്തിലാണ് അബൂജാഹിൽ കേട്ട്, ഈ കൂട്ടത്തിൽ ആരുമില്ലേ മുഹമ്മദിന്റെ ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ? അപ്പോഴാണ് അസ്വദ് എന്ന് പറയുന്ന ഒരുത്തൻ. ഈ അസ്വദ് കർത്തോനാണ്. ഓന്റെ ചരിത്ര പെരുത്തും കിതാബിലൊക്കെ പറയുന്നുണ്ട്. അസ്വദിന്റെ ഉമ്മ അസ്വദിനെ പെറ്റപ്പോ കിടാവ് വെളുപ്പിട്ടില്ലേ, കിടാവ് വെളുപ്പിടണല്ലോ അല്ലെ,
കിടാവ് കരഞ്ഞില്ല വലിയ ബുദ്ധിമുട്ട്. ഉമ്മക്ക് ഭയങ്കര ബേജാറായി. നോക്കുമ്പോ ഉമ്മ പെറ്റൊന്നിന്റെ ഒരു കടയങ്കല്ലിലെ കുട്ടി പോലത്തെ തോന്നുന്നു. ഉമ്മ പേര് വിളിച്ച് അസ്വദ് കറുത്ത കടയങ്കല്ലിലെ കുട്ടി എന്നിന് മെല്ലെ ഇങ്ങനെ തുടങ്ങുമ്പോ ഹയാത്തുണ്ട്. ഉമ്മ എന്നെ പേടിച്ചു. പെറ്റപ്പോൾ ഒരു കിടാവിനെ കണ്ട് ഉമ്മ പേടിച്ച കിടാവ് അങ്ങനത്തായിരിക്കും. ഇവനാണ് അസ്വദ്. മക്കത്ത് 1-ാം നമ്പർ കള്ളുകുടിയാനും 1-ാം നമ്പർ പെണ്ണുപിടിയാനാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ചങ്ങായി മക്കത്ത്. ഒരു രണ്ടാൾ ഒന്നിച്ചിട്ടാണ് എല്ലാ പണിയെടുത്തത്. പക്ഷെ ഇസ്ലാമായതിനു ശേഷം ഹംസ തങ്ങൾ നബിന്റെ അടുത്തുണ്ട്, അസ്വദ് അബൂജാഹിലിന്റെ അടുത്തുണ്ട്. ഈ അസ്വദ് 18 ആയുധം, ഒന്നല്ല 18 യുദ്ധത്തിന്റെ ആയുധങ്ങൾ, 18 യുദ്ധത്തിന്റെ ആയുധങ്ങള് അസ്വദ് ധരിച്ച് ഒരു കുതിരപ്പുറത്ത് കയറി കയ്യിൽ ഒരു പാത്രം പിടിച്ചിട്ട് പറഞ്ഞ്, നേതാവായ അബുൽ ഹക്മെ അബൂജാഹിലെ, ഞാന് മുഹമ്മദിന്റെ ഹൗദിലേക്ക് പോയിട്ട് വെള്ളം കോരും, എന്നിട്ട് കുളിക്കും. കുളിച്ചിട്ട് വെള്ളം കോരിട്ട് കുളിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം പൊടിച്ചിട്ട് ഹൗദിനെ തച്ച് പൊടിയാക്കും. പൊടിച്ചിട്ട് ഈ വെള്ളവുമായിട്ട് നിങ്ങൾക്കുള്ള അടുത്തേക്ക് ഞാൻ വരും, ധൈര്യമുണ്ടെങ്കിൽ അവർ തടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അസ്വദ് തന്റെ കുതിരയെ വിറപ്പിച്ചുകൊണ്ട് നേരെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കാണ് അള്ളാഹുവിന്റെ റസൂല് വിളിച്ച്, യാ കാശിഫൽ ഖുറബാതി യാ ഹംസ, യാ അമ്മു യാ ഹംസ, എന്റെ യളാഫ ഹംസത്തുൽ ഖറാർ തആൽ. ഓനിങ്ങനെ കുതിരയിൽ വരല്ലേ. ഹംസ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹംസ തങ്ങളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഹംസ എന്റെ പുന്നാര യളാപ്പ, ആ വരുന്ന അസ്വദ് നിങ്ങളെ വലിയ ചങ്ങായിയാണ്, അവനോട് എങ്ങനെ യുദ്ധം ചെയ്യണം, അവന്റെ കയ്യിൽ എത്ര ജാതിന്റെ ഫൈറ്റ് ഉണ്ട്, അടിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആയതുകൊണ്ട് ആ നാണം കെട്ടവര് വരുന്നത് ഹൗദിനെ പൊളിക്കാനാണ്. ഹൗദ് പൊളിക്കുന്ന പോട്ട് അവന്റെ നെതലുണ്ടല്ലോ, ഹൗദിന്റെ ഭാഗത്തേക്ക് വരാൻ പാടില്ല. ബദരീങ്ങൾക്കുള്ള കമാൻഡർ നിങ്ങളാണ്. ഈ ബദരീങ്ങൾ 305 ആൾക്കാരെ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് കൽപ്പിക്കേണ്ട ആൾ നിങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ എല്ലാ അധികാരം തന്നു എന്റെ പുനാര യളാപ്പ എന്ന് അള്ളാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്ത് ഈ വാൾ അങ്ങോട്ട് ഉയർത്തി. മുത്തുനബിന്റെ കയ്യിൽ നിന്ന് ആ വാൾ വാങ്ങി അസദുല്ലില, ഹംസ റളിയല്ലാഹുവിന്റെ പേര് അള്ളാന്റെ സിംഹം. മെല്ലെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അസ്വദ് ഇങ്ങനെ വരുന്ന ഹൗദിന്റെ അടുത്ത്, അവൻ വരുന്ന തെറുവിന്റെ ഒരു ഭാഗത്ത് ഹംസ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിന്ന്, ആ ഭാഗത്ത് അബൂജാഹിൽ ആൾക്കാർ, ഈ ഭാഗത്ത് മുത്തുനബിയും സ്വഹാബത്ത്. അങ്ങനെ അവന് നേരെ വന്നിട്ട് ബംബുറ്റൂർ ഹംസ റളിയല്ലാഹു ചാടിട്ടെമ്പിയാസ് വദിരിമാരടാ വള്ളൽ നബി മഹമൂദ് ഹൗദിന്ന് വെള്ളം കുടിക്കുന്നോരാ കാവൽ വെച്ചുള്ള സംഭാരമിൽ ചെന്ന് കേറടാ, ഖൈറുൽ വറ നബിയാർ കുലത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, ബമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന വിളക്കോടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമാദം പൊട്ടിയുളമട്ടെ, കൂറിയ വാക്കിനെ കേട്ട് തരിപ്പട്ടെ, സംസാരിക സരിക പമഗരി രിംഗരി മഗരിക തകും തക തിം തിം ദിന ദിം ദിം തികടണ്ടം കുളിയംഗങ്ങളും തടം തരികേട്ട ജഗുതകതി മൃദാളി കൊണ്ടാനേ ബംബുറ്റോരം റളിയല്ലാഹു ചാടിട്ടമ്പിയ ശിവതിൽ മാറിടാ, വള്ളൽ നബി മഹമൂദ് ഹൗദിന്ന് വെള്ളം കുടിക്കുന്നവനാരടാ, അംബർ ശഫീഉള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ ചെന്ന് കേറടാ, ഖൈറുൽ വറ നബിയാർ കുലത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. അങ്ങനെ അസ്വദ് ഇങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്. അവന് നേരെ ഇങ്ങനെ വന്ന് ഹൗദിലേക്ക് അടുക്കാൻ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹു തന്റെ വാൾ ഊരിട്ട്, ഇത് ഞാൻ പറയുന്ന എന്തോ ആയിരിക്കൂല, ഹംസത്തുൽ ഖറാറിന്റെ ഗർജന കേട്ടിട്ടില്ലേ? ബദറിന്റെ മലകൾ വിറച്ചിട്ടിരിക്കും.
ഹംസ റളിയല്ലാഹുവിന് എനിക്ക് അല്ലാഹു തആല ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹുവിനും അത് ഹംസത്തുൽ കറാറിനാണ് കൊടുത്തത്. ആ ശബ്ദത്തിന്റെ പേര് ഹാസിമിയായ ശബ്ദം. അലി റളിയല്ലാഹു ഖൈബറിലെ ആ ശബ്ദം ഇട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു ഖൈബർ യുദ്ധം ചെയ്യുമ്പോ കുത്തിൽ ഫലിസയെ അസദ് പോക്കി കോട്ട കദമന്ന് വസമിലാക്കി അരശവന് കൊടുത്തേ അംഗവും താടുത്തേ. ആ കോട്ടന്റെ പാതലൊന്ന് അലിയാർ ബലിക്കുന്ന സീനൊക്കെ അതുണ്ട് ഖൈബറിൽ. വരുന്ന കൊല്ലം വെക്ക് ഒരു നാളെ നല്ല ഖൈബർ പറയാ. ജൂതന്മാരെ എല്ലാ സ്ഥിതിയും പരിസ്ഥിതിയും എല്ലാം യഹൂദികൾക്കുള്ള അവസ്ഥ. പണ്ട് അലി റളിയല്ലാഹു അൻഹു ഈ യഹൂദികൾക്ക് എന്താണ് പാഠം പഠിപ്പിച്ചത് ജൂതന്മാർക്ക് ഒക്കെ ഖൈബറിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അലിയാർക്ക് ആ ശബ്ദമുണ്ട്. ആ ശബ്ദം എങ്ങനെ ഇട്ടാൽ പ്രസവിക്കാനായ പെണ്ണുങ്ങൾ പ്രസവിച്ചു പോകുന്നു. അവർക്ക് പ്രസവിച്ചത് അറിയാല, പേറ്റുവേദന അറിയാല. അതാണ് ആ ഒരു ശബ്ദം ഹംസത്തുൽ കറാറിനുണ്ട്. ആ ശബ്ദത്തോട് കൂടെ പറയുന്ന പെട്ടെന്ന് അവന് കുതിര നിർത്തിയപ്പോ ഹരിഹംസ ചാടിയടുത്തുടൻ ആരട സുജഅത്തുരതമൈ ഹൗളി നിണ്ട് കുടിപ്പവൻ ഞാനുമുറ്റ നബിയുന അമരണ്ട ഹൗളടടുപ്പതാർ ഞാനിരിക്കവെ ജിന്നും ഇൻസിനും നാങ്കുതിക്കിലുമില്ല പേർ ഹരിഹംസ ചാടിയടുത്തുടൻ ആരട ശുജഅത്തുരൈ എമൈ ഹൗളിൽ നിണ്ട് കുടിപ്പവൻ ജ്ഞാനമറ്റു നബിയുന അമരണ്ട് ഹൗളടടുപ്പതായി ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്കുതിക്കിലുമില്ല പേർ നാനമറ്റൊരു പമ്പനുണ്ട് ബൽ കണ്ടിട്ടേ കൂടിപ്പതായി തഞ്ചമുറ്റകരിന്റെ വാക്കിൽ ജവാബുര തരിശിപ്പതായി ആനപ്പോ ദസദുല്ലില ഹരിഹംസ ചാടിയടുത്തുടൻ ആരട ശുജഅത്തുരൈ എമൈ ഹൗളിൽ നിണ്ട് കുടിപ്പവൻ ജ്ഞാനമുറ്റ നബിയുന അമർ എണ്ട് ഹൗള് അടുപ്പതാർ ഞാനിരിക്കവെ ജിന്നുമിൻസിലും നാങ്കുതിക്കിലുമില്ല പേ. ഹംസ റളിയല്ലാഹു അൻഹു ചാടിയെടുത്ത് നിൽക്കുക. പെട്ടെന്ന് അവന് കുതിരയെ നിർത്തി. ധൂളല്ല ഇങ്ങനെ പാർന്ന് അസ്വദ് ഇങ്ങനെ കണ്ണ് തടക്കി എന്നിട്ട് ഇങ്ങനെ നോക്കി. അളിയാ ഇത് നീയാ ഹംസയാ? ഹംസ ഇപ്പൊ മുഹമ്മദിന് ദീനിലേക്ക് പോയിട്ട് ചിച്ചി കുറച്ച് ലൈഫ് ആയിട്ടുണ്ട്, കള്ളുകൂടിയൊന്നും ഇല്ലല്ലേ അല്ലേ? ബേജാറാം ചങ്ങായി, നീ പോ 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 പോ, നിന്നെ കൊല്ലാൻ എനക്ക് മനസ്സില്ല, നീ എന്റെ പയ ഫ്രണ്ട് അല്ലേ, പോ. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബൊഗുളുവനായി കച്ചൂതില്ല, കച്ചൂനായി ബൊഗുളുതില്ല. നീ ബദിനെന്നിട്ടാ ഹൗല് പൊളിക്കാനല്ലേ, നീ പൊളിക്ക്. ഹംസ ഞാൻ ആരാണെന്നറിയോ? இந்த ஊர்லக்கு இந்த പുലിക്കൂട്ടി സിംഗ് ചെന്നാൽ ഊർക്ക് എന്നെ தெரியாமதரா? ഓഹോ, നിന്റെ പിന്നെ തമ്മിൽ ഡയലോഗ് അല്ലേ? இந்த വകത്തിലെ കൂട്ടത്തിലെ കൊഞ്ചലമത്ത് പൂത്തന്ത അല്ലാഹുക്ക് നമ്മുകളിൽ നണ്ട് സൊല്ലകരുടെ നിന്റെ കൈയിരിക്കുന്ന വാളുകൊണ്ട് നിന്നെ കീറി വെച്ചില്ല. എന്റെ പേര് ഞാൻ ചൊല്ലണ്ട, ഉണക്കറിയാം. ഹംസത്തുൽ കറാർ. എന്ത് പറച്ചണല്ലേ, ഒരു ചീത്ത വാക്കയിൽ വരുന്ന അവർ പറയുമ്പോ വരുന്ന ഞമ്മോടെ പ്രസറിൽ പറയുമ്പോ എത്ര വരും? ഉപ്പ് ഉള്ളോനെ, ഉപ്പ് ഇല്ലാത്തോനെ, കാരം കൂടിയോനെ, മുളക് കുറഞ്ഞോനെ, എന്തെല്ലാം വരുന്നത്. അതാണ് വാക്കിന്റെ പോക്കിന്റെ ഊക്കിന്റെ നോക്കു നോക്കുന്നത്. മനസ്സിലായ? വാക്കിന്റെ പോക്കിന്റെ ഊക്കിന്റെ നോക്കു നോക്കണം. ധൈര്യമുണ്ട്. പറഞ്ഞ ഹംസ, നിനക്ക് എന്നെ അറിയാലേ, ഞാനൊന്ന് മൂത്രം വഹിച്ചാൽ നീ വെള്ളത്തിന് പോകും. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കണ്ടെങ്കിൽ നിനക്ക് മൂത്രം വരില്ല, നിന്റെ പൊക്കിള് പൊട്ടി മൂത്രം പോകും. അതെല്ലാം ഒരു പറഞ്ഞ പറച്ചാലാണ്. അവർ ആദ്യം അങ്ങനെ പറയും, പോർ പിടിക്കലല്ല, ആദ്യം വാക്കുകൊണ്ട് പിന്നെ കണ്ണുകൊണ്ട്. ഹംസ മാറ്. ഹംസത്തുൽ കറാർ പറഞ്ഞു, മാറൂല, ഞാൻ വെള്ളം കുടിക്കും എന്ന് പറയലോടുകൂടെ അസ്വദ് ചാടി ഹൗദിന്റെ കരയിലേക്ക് ഒറ്റ എത്തി. ഹൗദിന്റെ കരത്തേക്ക് ഹംസ റളിയല്ലാഹു അൻഹു ഞെട്ടി. ഞെട്ടലോടുകൂടെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ ചാടി കയറിട്ട് തന്റെ വാൾ ഉയർത്തിട്ട് ഒറ്റേ ഒരു കൊത്തു കൊടുത്തതാണ്. നല്ല അങ്ങനെ കൊത്തണം. ഇത് നേരെ ഓന്റെ തലച്ചേറിലേക്ക് എത്തി, നെട്ടാറിലായിട്ട്, മുക്കൂറിലായിട്ട്, ബായാറിലായിട്ട് നേരെ ഇങ്ങനെ വന്ന് കത്തി. നേരെ വന്നിട്ട് അതിന് താഴേക്ക് പോയിട്ട്
185 കിലോ അങ്ങോട്ട്, 185 കിലോ ഇങ്ങോട്ട്, 2 പൊളപ്പായിട്ട് അസ്വദ്. അവൻ ഇരുപുരം, അതായത് എതിർത്തിടും കടുകൊടുമയിലെ അവരിരുവരും പൊരുതാനെ ആരഹരയകത്തിനാൽ പുറയവനോട് കടുകുറയത് നിനയാണ്. നിനക്കലാൽ അവനൊഴിക്കലാം ഹിൽഫകത്തിലെ നടയായി ഇരുപരിസപ്പിനിട ചമർ ചൊടിയായി കരുട നസ്വതുടെ ഇരുനവ ഘടകങ്ങൾ മുറിയായി. ബദർ പാട്ട് ഉസ്താദ് പറഞ്ഞില്ലേ 40 വേണോന്ന്. അതിന് വേണ്ടി ഉദാഹരണത്തിന് ബർക്കത്തിന് മൊയിൻകുട്ടി വൈദ്യരെ പാട്ട് നമ്മൾ പാടിയ ഇത് ഞങ്ങൾക്കെല്ലാം തരനുള്ളത്. പിടിച്ചിട്ട് പോയി രണ്ടല്ല തരാം, എല്ലാവർക്കും തരതാണിച്ചെല്ലാരും പോയി രണ്ടാ. അംസത്തുൽ കറാറിന്റെ യുദ്ധത്തിൽ ഇരുനവ ഘടകങ്ങൾ മുറിയായ അസ്വദിന്റെ 18 ആയുധങ്ങളും പോയി. അവൻ ഹൗദിന്റെ കരയത്തായപ്പോൾ ചാടിക്കയറിട്ട് ഹംസ റളിയല്ലാഹു അൻഹു കൊത്തു കൊടുത്തപ്പോ 2 പിളർപ്പായിട്ട് അസ്വദ് അങ്ങോട്ട് വീണ്. ഞാൻ ആ യുദ്ധം സോർട്ടിലാണ് പറഞ്ഞത്. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അല്ലാഹു അക്ബർ അബൂജഹൽ കേട്ട് എന്നിട്ട് കേട്ടെ. അപ്പൊ ഉത്തുബത്ത് ചൊല്ലി കാക്കേ 1.5 കൊണ്ടേത്ത് അവൻ സ്വർഗത്തിലുള്ള നരകത്തിലേക്ക് എത്തിട്ട് അബൂജഹലിന്റെ ദുആ പോലെ തിന്നല്ല ചത്തിട്ട് പോയി. എന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹു കിബ്റൊന്നുമില്ല, ഹൗളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ബാളിനെ കഴുകി ആരെ കൊണ്ടൊക്കെ ഇല്ലേ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെ നേരെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് സഫർ ഇങ്ങനെ നിന്നു, ഒന്നും ചെയ്യാത്ത ആളെ പോലെ. അപ്പൊ അബൂജഹൽ കണ്ട ഒന്നിനെ കൊന്നിട്ട് പോയിട്ട് ഒന്ന് നിർത്താൻ കണ്ട. ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഒരുത്തൻ പറഞ്ഞു ഞാൻ ഒറ്റ പോകുന്ന വേണ്ട, പിന്നെ ഒരുത്തൻ പോയോ പയ്യക്ക് പാഞ്ഞോ വന്നു, ഇപ്പം പോയോ ഡയറക്റ്റ് മണ്ണൂരിലേക്ക് പോയി, ഇനിയും വരാനില്ല, പാസ്പോർട്ട് വിസ എല്ലാം കൊടുത്ത് ഔട്ട് പാസ് വരും ദുനിയാവെന്ന്. ഞാൻ ഒരു 3 ആള് പോയാലെന്തേ, എന്നാലും 3 ആള് പോ. അപ്പലാണ് വയസ്സനായ ഉത്തുബത്ത്, വയസ്സോയില്ലെങ്കിൽ നമ്മളെ പോലത്തെ വയസ്സല്ല, കള്ളു കുടിച്ചിട്ട് തരയില്ല. ഉത്തുബത്തിന്റെ അനിയൻ ഷൈബത്ത്, ഉത്തുബത്തിന്റെ മോന് വലീദ്, അബ്ബ എളോണു മോണു, ഒരേ കുടുംബത്തിന് 3 ആള്. വയസ്സനായ ഉത്തുബത്ത്, ബാല്യക്കാരനായ ഷൈബത്ത്, ചെറുപ്പക്കാരനായ വലീദ്, 3 ആള് യുദ്ധശാലികളാണ്. അവർ 3 ആൾക്കാർ കുതിരപ്പുറത്ത് വന്ന് എന്നിട്ട് നേരെ ബദറിന്റെ പോർക്കളത്തിന്റെ മധ്യത്തിലേക്ക് നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തിലേക്ക് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഞാൻ ഉത്തുബത്ത്, ഇത് എന്റെ അളോണ് ഷൈബത്ത്, ഒരേ ചോര, ഇത് നന്റെ മോണ് വലീദ്. ആയതുകൊണ്ട് മുഹമ്മദ്, മദീനക്കാർ ആര് ഞങ്ങളെ മുട്ട യുദ്ധത്തിന് വരുന്ന തീരാ? മക്കക്കാർ പറഞ്ഞു, മക്കക്കാർ ഞങ്ങളെ ചങ്ങായിമാർ, ഞങ്ങളെ ഒന്നിച്ചിട്ട് പുറന്ന് ജനിച്ച് കളിച്ച് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ നിന്റെ പെറോന്ന് ഓടി വന്ന മക്കത്തവരില്ലേ ഹംസ,